നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അടുത്തിടയിൽ ഒരു നാടോടി കഥ വായിക്കുകയുണ്ടായി. കഥയുടെ തലക്കെട്ടിങ്ങനെയാണ്, മണിമുഴക്കം. ആ കഥ ഇപ്രകാരമാണ്. ഒരു നാടോടി സ്ത്രീ തൻ്റെ കുഞ്ഞുമായി ഭിക്ഷാടനം നിർവഹിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഈ നാടോടി സ്ത്രീ ആ കുഞ്ഞുമായി യാത്ര ചെയ്ത് ഒരു കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ഈ സ്ത്രീ ഒരു ഗുഹ കാണുകയും ഗുഹയ്ക്ക് മുന്നിൽ ഒരു ഭൂതം നിൽക്കുന്നതും കണ്ടു. ഈ ഭൂതം ഈ സ്ത്രീയോട് പറഞ്ഞു, ഈ ഗുഹയ്ക്കുള്ളിൽ നിറയെ സ്വർണങ്ങളും രത്നങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളുമുണ്ട്. നിനക്കിതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അത് മുഴുവനും നിനക്ക് കൈവശമാക്കുവാൻ കഴിയും. പക്ഷേ ഒരു മണിമുഴക്കമുണ്ടാകുമ്പോൾ ഒരു അലാം കേൾക്കുന്ന ഉടനെ ഈ ഗുഹ അടയ്ക്കപ്പെടും. അതിനു മുമ്പ് നീ അതിൻ്റെ പുറത്തിറങ്ങണമെന്ന് ഈ സ്ത്രീയോട് പറയുകയുണ്ടായി. അങ്ങനെ ഈ സ്ത്രീ ഇത് കേട്ട ഉടനെ വലിയ സന്തോഷത്തോടുകൂടി ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും തൻ്റെ കയ്യിലുള്ള തുണി വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്വർണങ്ങളും രത്നങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളുമെല്ലാം വാരി വാരി നിറച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടു. ഈ മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടുടനെ ഈ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം വാരിയെടുത്തുകൊണ്ട് ഈ സ്ത്രീ ഗുഹയ്ക്ക് പുറത്തേക്ക് ഓടുകയാണ്. ഗുഹ അടയ്ക്കപ്പെട്ടു. ഈ സ്ത്രീ വളരെ സന്തോഷത്തോടുകൂടി ആനന്ദ നൃത്തമാടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ സ്ത്രീ ഓർത്തത്, തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് ഈ ഗുഹയ്ക്കുള്ളിൽ ആണ്. ഈ കഥ നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ മുൻഗണനകൾ മാറുമ്പോൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ തെറ്റുമ്പോൾ, നാം പോലും അറിയാതെ നമ്മുടെ കൈവിരലുകളിൽ നിന്നും ചിലതൊക്കെ നമുക്ക് നഷ്ടമായി പോകാറുണ്ട്. അതുകൊണ്ട് ഫിക്സ് യുവർ പ്രയോറിറ്റീസ് വൈസ്ലി. നമ്മുടെ മുൻഗണനകളെ വിവേകത്തോടുകൂടി ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് മുൻഗണനയാണ് നാം നൽകേണ്ടതെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകും. പ്രത്യേകാൽ ഈ ദേവാലയം അനുഗ്രഹിക്കപ്പെട്ട ദേവാലയമാണ്. ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം. അങ്ങനെ പരിശുദ്ധമായി ഈ ദേവാലയത്തിൽ ഈ ദേശത്തിന് അനുഗ്രഹമായിക്കൊണ്ട് ദേവാലയം ദേശത്തിന് വെളിച്ചമായിക്കൊണ്ട് നോമ്പനുഷ്ഠാനങ്ങളിലൂടെയും പെരുന്നാളുകളിലൂടെയും കടന്നു പോകുന്ന അനുഗ്രഹീതമായ ദിനങ്ങളിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും പൂർണ്ണതയുള്ളതായി തീരണമെങ്കിൽ അതിന് ആത്മീയമായ ഒരു അടിത്തറയുണ്ടാകണം. ഈ ആത്മീയ അടിത്തറ അദൃശ്യമാണ്. നമുക്കറിയാം, ഒരു കെട്ടിടത്തെ നിലനിർത്തുന്നത് അതിൻ്റെ ഫൗണ്ടേഷനാണ്. എന്നാൽ ആ ഫൗണ്ടേഷൻ പൂർണ്ണമായിട്ടും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഒരു വൃക്ഷത്തെ നിലനിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. പടർന്നു പോയിരിക്കുന്ന വേരുകളാണ് അതിനെ നിലനിർത്തുന്നത്. അത് കാണുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിലും അദൃശ്യമായ ഒരു ആത്മീക അടിത്തറയിൽ നമ്മുടെ ആചരണങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ ക്രമീകരിക്കുമ്പോഴാണ് അതിന് പൂർണ്ണതയുണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പരിശുദ്ധ നോമ്പിലൂടെയും പെരുന്നാളുകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിലെ മുൻഗണനകളെ കൃത്യമായിട്ട് ക്രമപ്പെടുത്തുവാനും ആത്മീയമായ അടിത്തറയിൽ പരിശുദ്ധ നോമ്പും പെരുന്നാളുകളുമൊക്കെ അനുഷ്ഠിക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ആത്മശുദ്ധീകരണത്തിലേക്കും അനുതാപത്തിലേക്കും രൂപാന്തരീകരണത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. ആമുഖ വാക്കുകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തു, എല്ലാത്തിനും ഒരു കാലമുണ്ട്. ക്ഷമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ അനുദപിക്കുവാനുള്ള കാലം എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് സമയം തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ അനുഷ്ഠാനങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഈ ദിനങ്ങളിലെല്ലാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ നാം ശ്രവിച്ചു. അനുസ്മരണങ്ങൾ അനുഭവങ്ങളാകുവാനും ഓർമ്മകൾ ഓർമ്മപ്പെടുത്തലുകളും ആകുമ്പോഴാണ് ഈ യോഗത്തിനും ഈ അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അർത്ഥമുണ്ടാകുന്നത്. അനുഗ്രഹീതമായ ഈ സന്ധിയിൽ
അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം. അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദിയയിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവൻ്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും അബാലവൃദ്ധം ജനയൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നും കൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്കുകൾ നിവൃത്തിയാക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. ഈ വേദഭാഗം ആരംഭിക്കുന്നത് അനന്തരം രാജാവ് ആളയച്ചു. പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അബാലവൃദ്ധ ജനങ്ങളെയും ഒന്നിച്ചുകൂട്ടി ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിച്ച് ഇതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന വലിയൊരു ഉടമ്പടി ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു വേദഭാഗമാണ്. അനന്തരം രാജാവ് ആളയച്ചു. ഏത് രാജാവാണ്? ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യഹൂദിയയുടെ രാജാവായ ഒരു മനുഷ്യൻ ഒരു തലമുറയെ, ഒരു ദേശത്തെ മുഴുവനും ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഉദ്യമിക്കുന്ന ഒരു ചിത്രമാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. ആ രാജാവാണ് കേവലം 8 വയസ്സ് പ്രായമുള്ളപ്പോൾ യഹൂദിയയുടെ രാജാവായി മാറിയ യോശിയ രാജാവ്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ജനമൊക്കെയും ദൈവാരാധന മറന്നുകൊണ്ട് ദൈവാലയത്തെ ശബ്ദാർപ്പിതമായ വസ്തുക്കൾ കൊണ്ടും ദൈവത്തിന് അനിഷ്ടമായുള്ളതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് മലിനപ്പെടുത്തുകയും അത് അശുദ്ധതകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അവർ ന്യായപ്രമാണം മറന്നു പോകുന്ന ഒരു ജീവിത അനുഭവം ഉണ്ടാകുകയാണ്. ഈ ജീവിത അനുഭവത്തിൽ നിലനിൽക്കുമ്പോഴാണ് യഹൂദിയയുടെ രാജാവായി യോശിയ രാജാവ് കടന്നു വരികയും ഈ രാജാവിൻ്റെ ഇടപെടൽ മൂലം ആ ജനതയെ മുഴുവനും ആത്മീകമായി ഒന്ന് പുതുക്കുവാനും കഴിയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-23 അധ്യായങ്ങളെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ റിവൈവൽ എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആത്മീയ പുതുക്കത്തെ ഈ വേദഭാഗം വരച്ചു കാണിക്കുന്നുണ്ട്. അപ്രകാരം ഒരു ജനതയെ പുതുക്കുവാൻ, ആത്മീകമായി നവീകരിക്കുവാൻ കഴിഞ്ഞത് യോശിയ രാജാവിൻ്റെ നിലപാട് കൊണ്ടാണ്. ആ നിലപാടിലേക്ക് യോശിയ രാജാവിനെ നയിച്ച 2 ഘടകങ്ങൾ മാത്രം ഈ സന്ധിയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇസ്രായേൽ ജനതയുടെ യഹൂദിയയുടെ രാജാവായി നിലനിന്ന യോശിയ രാജാവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, പ്രതിസന്ധികളുടെ നടുവിലും യോശിയ രാജാവിൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസമാണ്. ഈ അചഞ്ചലമായ ദൈവവിശ്വാസമാണ് ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു ജനതയെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രേഷ്ഠകരമായ നിലപാടെടുക്കുവാൻ യോശിയ രാജാവിനെ സഹായിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ സകല ഐശ്വര്യത്തിൻ്റെയും കാരണഭൂതനായ യഹോവയായ ദൈവത്തിൻ്റെ നാമം പോലും ഉച്ചരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ രാജാവായ യോശിയ രാജാവ് നേരിട്ടത് പ്രതികൂലമായ വലിയൊരു സാഹചര്യമാണ്. അപ്പനായ അമ്മോൻ രാജാവിൻ്റെയും അപ്പൻ്റെ അപ്പനായ മനശ്ശെ രാജാവിൻ്റെയും കാലഘട്ടത്തെക്കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ മനശ്ശെ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്.
മനശ്ശെ രാജാവ് തൻ്റെ പിതാവായ ഹിസ്കിയ രാജാവ് തകർത്ത് കളഞ്ഞ പൂജാഗിരികളെയും ബാലിൻ്റെ ബലിപീഠങ്ങളെയൊക്കെ പുനർനിർമ്മിച്ചുകൊണ്ട് ദൈവജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന പ്രവണതയ്ക്ക് കാരണഭൂതനായ മനുഷ്യനാണ് മനശ്ശെ രാജാവ്. അതിനുശേഷം 19-ാം വാക്യം മുതൽ ഈ യോശിയ രാജാവിൻ്റെ പിതാവായ അമ്മോൻ രാജാവിൻ്റെ കാലഘട്ടത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: മനശ്ശെ രാജാവിൻ്റെ പാതയിലൂടെ നടന്ന് ജനത്തെ ദൈവത്തിൽ നിന്നും അകലുന്ന ആ പ്രവണത പിന്തുടർന്ന രാജാവായിരുന്നു അമ്മോൻ രാജാവ്. ഇങ്ങനെ പൂർവികരുടെ പ്രവൃത്തി മൂലം മലിനപ്പെട്ട് നിന്ന ഒരു ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രതികൂലമായൊരു സാഹചര്യമാണ്. എന്നാലും തൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസത്തിലൂടെ ആ സാഹചര്യങ്ങളെ മറികടക്കുവാനായിട്ട് യോശിയ രാജാവിന് കഴിയുന്നുണ്ട്. അത് യോശിയ രാജാവ് എടുക്കുന്ന നിലപാടാണ്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നിലപാടുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹമായി നാം മാറുകയാണ്. ഈ കാലത്ത് സത്യത്തിനെതിരെ നിൽക്കുക, അധാർമികമായതിൻ്റെയും കൂടെ ബഹുഭൂരിപക്ഷം നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ നിലപാടുകൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ചില സേഫ് സോണുകളിലാകുവാനായിട്ട് നാം ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ, ഒരു രാജ്യത്തെ 99% ആളുകളും ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തിൽ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ, അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് അവരെ മടക്കിക്കൊണ്ടുവരുവാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. അതിന് ന്യൂനപക്ഷത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബഹുഭൂരിപക്ഷത്തിൻ്റെ നിലപാടുകൾക്കെതിരെ നിലപാടെടുക്കുവാൻ ഈ മനുഷ്യന് കഴിഞ്ഞത് അവൻ്റെ ആത്മീകമായ ഒരു ധീരത കൊണ്ടാണ്. ആ ആത്മീക ധീരതയിലേക്ക് യോശിയ രാജാവിനെ നയിച്ചത് അചഞ്ചലമായ ദൈവവിശ്വാസമാണ്. ഇത്രമേൽ പ്രതികൂലതകളുടെ നടുവിലും യോശിയ രാജാവ് ആ ജനതയെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യോശിയ രാജാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളതൊക്കെയും ചെയ്തു. അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടന്നു. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു ബാലനായ 8 വയസ്സുള്ള ഒരു മനുഷ്യൻ രാജാവാകുമ്പോൾ, ഒരു ബാലൻ രാജാവാകുകയാണ്. അവന് 16 വയസ്സുള്ളപ്പോഴാണ് ദൈവജനത്തെ തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ആ യോശിയ രാജാവ് ഒരുപക്ഷെ അപ്പൻ്റെയും വല്യപ്പൻ്റെയൊക്കെ പാതയെ പിന്തുടരുവാനുള്ള സാഹചര്യമുണ്ടായിട്ടും ഈ യോശിയ രാജാവ് തിരഞ്ഞെടുത്തത് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയോടെ ജീവിച്ച ദാവീദ് രാജാവിൻ്റെ പാതയാണ്. തിരഞ്ഞെടുക്കുവാൻ ദാവീദ് ഒരു പാത കാണിച്ചു കൊടുത്തിരുന്നു. ഇന്ന് ഈ കല്ലുപാറ പള്ളിയുടെ അനുഗ്രഹീതമായ അന്തരീക്ഷത്തിൽ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നാം ആയിരിക്കുമ്പോൾ ചില ദാവീദുമാർ നമുക്ക് മുമ്പുള്ള തലമുറയിൽ ജീവിച്ചത് കൊണ്ടാണ്, ആ ആത്മീക ചൈതന്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ നാം ഓരോരുത്തരും ആയിരിക്കുന്നുള്ളൊരു ബോധ്യം നമ്മിലുണ്ടാകണം. ദാവീദിൻ്റെ പാത സ്വീകരിച്ച യോശിയ രാജാവിനെ പോലെ നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന പാതയിലൂടെ നാം നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആത്മീകമായി ശ്രേഷ്ഠതയുള്ളതായി തീരുന്നത്. അവിടെ അവസാനിക്കുകയല്ല. ഈ കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് നാം എന്താണ് കരുതി വെക്കുന്നെന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. വരും തലമുറയ്ക്ക് വേണ്ടി ഒരിറ്റ് വെളിച്ചം, നന്മയുടെ അംശങ്ങൾ, ആത്മീകമായ ദൈവാനുഭവത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെ തലങ്ങളെ തലമുറകൾക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട്, കരുതി വെക്കുവാനായിട്ട് പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും ദൈവത്തെ കണ്ണുനീരോടുകൂടി അറിഞ്ഞ ഒരു സമൂഹം നമുക്ക് മുമ്പുണ്ടായിരുന്നു. അവരുടെ കണ്ണുനീരിൻ്റെ ദൈവബന്ധത്തിൻ്റെ നന്മയാണ് ഇന്ന് നാം അനുഭവിക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ബോധ്യത്തിൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി ആ നന്മകൾ നമ്മുടെ കണ്ണുനീരുകളായി മാറണം. കണ്ണുനീരുകൾ കൊണ്ട് ദൈവബന്ധത്തിൽ ഒരു തലമുറയെ ചേർത്ത് നിർത്തുവാനും അധാർമികതയും അസത്യവും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും മാതൃകകളെ തലമുറകൾക്ക് നമ്മിലൂടെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും അവരെ കണ്ടുപടി, ഇവരെ കണ്ടുപടിക്കെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ
ഒരു തലമുറയ്ക്ക് നമ്മുടെ ജീവിതം കൊണ്ട്, സാക്ഷ്യം കൊണ്ട് പകർന്നു കൊടുക്കുവാൻ, മാതൃകയായി തീരുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. വരും തലമുറകളിൽ ചില നിലപാടുകളെ സ്വാധീനിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വീണ്ടും 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ യോശിയാ രാജാവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ 22-ാം അധ്യായത്തിൽ യോശിയാവ് രായാസക്കാരനായ ശാഫാനോട് ദൈവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുവാനായിട്ട് ക്രമപ്പെടുത്തുകയാണ്. ഈ ശാഫാൻ, രായാസക്കാരനായ ശാഫാൻ, രായാസക്കാരൻ എന്ന വാക്കിന് കൃത്യമായ ഇംഗ്ലീഷ് മീനിങ് സെക്രട്ടറി എന്ന് മാത്രമേ ഉള്ളൂ. രാജാവിൻ്റെ സെക്രട്ടറിയായ അല്ലെങ്കിൽ പാലസ് സെക്രട്ടറിയായ ഈ ശാഫാൻ ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുവാൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ കൈമോശം വന്നു കിടന്ന ഒരു ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുകയാണ്. ഈ ന്യായപ്രമാണ പുസ്തകം കണ്ടെടുത്ത് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് വായിച്ചു കേൾപ്പിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാജാവ് അത് കേട്ടിട്ട് തൻ്റെ വസ്ത്രം കീറിയെന്നാണ്. ഈ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചു, ദൈവാലയത്തിൽ നിന്ന് കണ്ടെടുത്ത നിയമപുസ്തകം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടെടുത്തു എന്നതിന് എബ്രായ മൂലഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഹന്നിംസ എന്ന വാക്കാണ്. ഹന്നിംസ എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം ഫൗണ്ട് സംതിങ് ഡെലിബറേറ്റ്ലി റിജക്റ്റഡ്. മനഃപൂർവമായി തള്ളിക്കളഞ്ഞ എന്തിനെയോ കണ്ടെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹന്നിംസ എന്ന വാക്ക്, കണ്ടെത്തുക. ഈ പരിശുദ്ധ നോമ്പിലൂടെയും പെരുന്നാൾ ആഘോഷങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ചില കണ്ടെത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനഃപൂർവമായി നമ്മുടെ ജീവിതത്തിൽ നാം തള്ളിക്കളഞ്ഞ ചില അനുഭവങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ മലിനപ്പെട്ട, തകർക്കപ്പെട്ട ദേവാലയവും നഷ്ടപ്പെട്ടു പോയ തിരുവെഴുത്തുകളും ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനോഹരമായ ദേവാലയവും പല രൂപത്തിലും ഭാവത്തിലുമുള്ള വേദപുസ്തകവും തിരുവെഴുത്തുകളും നമുക്ക് ലഭിക്കുമ്പോഴും ഹൃദയം കൊണ്ട് അവയൊക്കെ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ കണ്ടെത്തലുകളിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ് ദൈവബന്ധം എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെയും കൗതാശിക അനുഭവങ്ങളുടെ ആത്മീകമായ അനുഭവത്തിൽ ദൈവബന്ധത്തിൽ അപ്രകാരം ചില കണ്ടെത്തലുകൾ ഈ നോമ്പനുഷ്ഠാനത്തിൽ നമുക്ക് നിർവഹിക്കുവാൻ കഴിയണമെങ്കിൽ ആഴമേറിയ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യോശിയാ രാജാവ് പ്രതികൂലതകളുടെ മധ്യത്തിൽ അചഞ്ചലമായ തൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ശ്രേഷ്ഠമായ ഒരു നിലപാടിൽ ഒരു ജനതയെ ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. അതിന് യോശിയാവിന് വിശുദ്ധ വേദപുസ്തകം ഉത്തമമായൊരു സാക്ഷ്യം നൽകുന്നുണ്ട്. 23-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ, ഇത്രമേൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, അതിനുശേഷം ഉണ്ടാകുകയുമില്ല എന്ന് യോശിയാ രാജാവിനെ കുറിച്ച് സാക്ഷിക്കുകയാണ്. ആ സാക്ഷ്യത്തിന് യോശിയാ രാജാവ് പാത്രമായത് അവൻ്റെ അചഞ്ചലമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ എവിടെയാണ് നമ്മുടെ വിശ്വാസം? നമ്മൾ എന്തും നേടിയെടുക്കാനുള്ള സമ്പത്ത് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും എന്തും നേടിയെടുക്കാമെന്നുള്ള ഭൗതികതയിൽ അതിയായി ആശ്രയിക്കുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയവും വിശ്വാസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുണ്ട് എന്ന് പറഞ്ഞാലും ദൈവം കൂടെയില്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. കോവിഡ് വന്നപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ലോകം മുഴുവനും നശിപ്പിക്കുവാനുള്ള യുദ്ധസന്നാഹങ്ങൾ രാജ്യങ്ങളെല്ലാം കരുതി വെച്ചു. പക്ഷേ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ പറ്റാത്തൊരു കുഞ്ഞൻ വൈറസിനെ ഒരു തുള്ളി സോപ്പ് വെള്ളം കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വൈറസിൻ്റെ മുമ്പാകെ ലോകം ഭ്രമിച്ചു നിന്നുപോയി. അതുകൊണ്ട് നമുക്കെന്തുണ്ട് എന്ന് പറഞ്ഞാലും ദൈവം ഒപ്പമില്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. എന്താണ് വിശ്വാസം? ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം എഴുതിയ ദ ഗോസ്പൽ ഓഫ് ജോയ് എന്ന പുസ്തകത്തിൽ ആധുനിക ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസരാഹിത്യമാണ്. നമ്മൾ നമ്മുടെ പൂർവ്വികർ കൈമാറിയ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ അത്
പിൻപറ്റി പോകുന്നതിനപ്പുറം ഹൃദയം കൊണ്ട് അതിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം എത്രമേൽ ലഭിച്ചതിലും അധികമായി ജ്വലിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. സുറിയാനി പിതാവായ അപ്രയം എന്ന പിതാവ് വിശ്വാസത്തിന് ഇങ്ങനെ ഒരു നിർവചനം നൽകുന്നുണ്ട്. ഫെയ്ത്ത് ഈസ് ദ ഐ ദാറ്റ് സീസ് ഗോഡ്, ദ ഇയർ ദാറ്റ് ഹിയേഴ്സ് ഹിസ് വോയിസ് ആൻഡ് ദ ഹാർട്ട് ദാറ്റ് ലവ്സ് ഹിം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ കാണുന്ന കണ്ണും അവൻ്റെ ശബ്ദം കേൾക്കുന്ന കാതും അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഹൃദയവും ഉണ്ടാകുന്ന ഒരു അനുഭവം വിശ്വാസത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കുശുകുശുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെവി കൂർപ്പിച്ച് വെക്കാറുണ്ട്. എന്താണ് പറയുന്നത്? ദൈവത്തെ ശരിയായി അറിയണമെങ്കിൽ വിശ്വാസമാകുന്ന കണ്ണും കാതും ഹൃദയവുമൊക്കെ ഒന്ന് കൂർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. അതിന് വിശ്വാസം മാത്രമേ ഉള്ളൂ. ദൈവബന്ധത്തിലും ഈ ശ്രേഷ്ഠകരമായ വിശ്വാസത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പുതുക്കുവാൻ നമുക്ക് കഴിയണം. പ്രതികൂലതയുടെ സാഹചര്യങ്ങളിലും അചഞ്ചലമായ വിശ്വാസത്തിൽ നിലനിന്ന അനേക മനുഷ്യരെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് സാക്ഷിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതം നോക്കിക്കേ. ഒരപ്പച്ചനായ കാലത്താണ് ഒരു മകനെ ദൈവം കൊടുത്തത്. ആ കാലത്ത് ഒരു മകനെ കൊടുത്തു കഴിഞ്ഞുടനെ ചോദിക്കുകയാണ്, അവനെ, നിന്റെ ഏകജാതനായ മകനെ നീ ബലി കഴിക്കണമെന്ന്. അങ്ങനെ ബലി കഴിക്കുവാനായിട്ട് ഈ മകനെയും കൊണ്ട് ഈ അപ്പൻ മലകയറുകയാണ്. പോകുന്ന പോക്കിൽ ഈ മകനൊരു ചോദ്യം അപ്പനോട് ചോദിക്കുന്നുണ്ട്. അപ്പ, തീയും വിറകുമൊക്കെയുണ്ട്, ബലിമൃഗം എവിടെയെന്നൊരു ചോദ്യം, ബലിവസ്തു എവിടെയെന്നൊരു ചോദ്യം ഏതൊരപ്പൻ്റെയും നെഞ്ച് തകർക്കുന്ന ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ് ഒരു മകൻ ചോദിക്കുന്നത്. ആ പിഞ്ച് കൈകൾ പിടിച്ചുകൊണ്ട് നടന്ന അപ്പൻ നേരിട്ടൊരു ചോദ്യമാണ്, അപ്പാ, തീയും വിറകുമുണ്ട്, ബലിമൃഗം എവിടെ? ദൈവം കരുതിക്കൊള്ളും, യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളുമെന്ന മറുപടി കൊടുക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞത് അവൻ്റെ വിശ്വാസ ജീവിതം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളുമെന്ന് പകർന്നു കൊടുക്കുവാൻ, പറഞ്ഞു പഠിപ്പിക്കുവാനുള്ള വിശ്വാസ ജീവിതം നമുക്കുണ്ടാകണം. മോശയുടെ കയ്യിൽ ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നു. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ സൈന്യവും നിൽക്കുമ്പോഴും ദൈവത്തിലാണ് മോശ ആശ്രയിച്ചത്. യൗസേപ്പിൻ്റെ ജീവിതം നോക്കിയാൽ സ്വന്തം സഹോദരങ്ങളാൽ ഒറ്റപ്പെട്ട ഒരനുഭവം, എത്രയോ വേദനാജനകമായ അനുഭവം. ഒറ്റപ്പെട്ട് പൊട്ടക്കിണറിൻ്റെ അനുഭവമായി മിഥ്യാന്യനായ കച്ചവടക്കാരന് വിൽക്കപ്പെട്ട് കാരാഗ്രഹവാസവും ഒക്കെ അനുഭവിച്ച യൗസേപ്പിൻ്റെ ജീവിതത്തിൽ അവൻ പ്രതികൂലതകളുടെ നടുവിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പല പ്രാവശ്യം പറയുന്നത്, യഹോവ യൗസേപ്പിൻ്റെ കൂടെയുണ്ടായിരുന്നു, യഹോവ യൗസേപ്പിൻ്റെ കൂടെയുണ്ടായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം പ്രതികൂലതകളിലും വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതയാത്രകളെ ക്രമീകരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിലും പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും. ഈ സാഹചര്യങ്ങളിലും നമ്മുടെ അചഞ്ചലമായ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. യോശിയാ രാജാവിന് ആ ശ്രേഷ്ഠകരമായ നിലപാടെടുക്കുവാൻ കഴിഞ്ഞതും പ്രതിബന്ധങ്ങളുടെ നടുവിൽ അചഞ്ചലമായ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്, യോശിയാ രാജാവിൻ്റെ നിലപാടിനെ ബലമുള്ളതാക്കുന്നത് അവൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമാണ്. യോശിയാ രാജാവിന് തൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. ഏറ്റെടുത്ത കർത്തവ്യത്തെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിലനിന്ന ഒരു രാജാവായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിച്ചു, രാജാവ് കണ്ടെടുത്ത നിയമപുസ്തകം എടുത്തുകൊണ്ട് തൂണിനരികെ നിന്ന് പ്രതിജ്ഞ ചെയ്തു എന്നാണ്. തൂണിനരികെ നിന്ന് ദൈവത്തോടൊരു നിയമം ചെയ്തു. എന്തിനാണ് തൂണിനരികെ നിന്ന് എന്നൊരു ഫ്രേസ് ആ വേദഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? തൂണിനരികെ എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ യെരുശലേം ദേവാലയത്തിന്
തൂണിന് പ്രത്യേകതകളുണ്ട്. ശലോമോൻ ആലയം പണിയുമ്പോൾ 2 തൂണുകൾ പണിതതായിട്ട് അവിടെ കാണുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആ തൂണുകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒരു തൂണിൻ്റെ പേര് യാഖീൻ എന്നും മറ്റൊരു തൂണിൻ്റെ പേര് ബോവാസ് എന്നുമാണ്. യാഖീൻ എന്ന് പറയുന്ന, ബോവാസ് എന്ന് പറയുന്ന ഈ തൂണുകൾക്ക് പ്രത്യേകതയുണ്ട്. ഈ യാഖീനും ബോവാസും എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ഉറപ്പിക്കും, യഹോവ സ്ഥാപിക്കും എന്നൊക്കെയാണ്. ദേവാലയത്തിൽ അതിശ്രേഷ്ഠകരമായ പ്രധാനമായ മറ്റ് സ്ഥലങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു രാജാവ് തൂണിനരികെ നിന്ന് നിയമം ചെയ്തത്? അത് ഒരു ഉടമ്പടിയുടെ നവീകരണമാണ്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നത് ഈ തൂണിനരികെ നിന്നാണ്. ദൈവത്തോടെടുത്തൊരു ഉടമ്പടി, ദൈവജനത്തെ ദൈവഹിതപ്രകാരം നയിച്ചു കൊള്ളാമെന്ന ഉടമ്പടി എടുത്തുകൊണ്ട് രാജാവായി അഭിഷേകം ചെയ്ത അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് യോശിയ രാജാവ് വീണ്ടും ആ ഉടമ്പടി നവീകരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ യോശിയ രാജാവിനെ കൂട്ട് നിയോഗങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ടാകണം. ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി നിയോഗങ്ങൾ നമുക്കുണ്ടാകും. ഈ നിയോഗങ്ങളെ ഈ നോമ്പനുഷ്ഠാനങ്ങളിലും പെരുന്നാൾ ആഘോഷങ്ങളിലൂടെ ഒന്ന് നവീകരിക്കുവാൻ കഴിയുമ്പോഴാണ് ഇതിന് അനുഭവം ഉണ്ടാകുന്നത്, പ്രസക്തി ഉണ്ടാകുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷ്യത്തിൽ, വീക്ഷണത്തിൽ ക്രിസ്തീയ നിയോഗത്തിൻ്റെ 3 തലങ്ങളെ കൂടി വളരെ വേഗം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1, വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യവും ആ നിയോഗത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. ക്രിസ്തു അനേകരുടെ ജീവിതത്തിന് സൗഖ്യം നൽകി, അനേകരുടെ ജീവിതത്തിന് വെളിച്ചം പകർന്നു. ആ ക്രിസ്തുവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുക്കേണ്ട നിയോഗമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം. ക്രിസ്തുവിൻ്റെ മുഖത്തെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആ പ്രതിഫലനം സാക്ഷ്യമുള്ള സൽപ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞ, നിയോഗങ്ങൾ നിറഞ്ഞ ജീവിതം കൊണ്ടായിത്തീരുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങളെ ഈ അനുഷ്ഠാനങ്ങളിലൂടെ നവീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. രണ്ടാമത്, നിയോഗത്തെക്കുറിച്ചുള്ള ഒരു തലം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്, വി ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാവുന്നു. കൊരിന്തിലെ സഭയിൽ സമ്പത്ത് വർദ്ധിച്ച് ധാർമ്മികത വരുകിയ കാലഘട്ടത്തിൽ അവരെ ഉപദേശിക്കുവാൻ ചെല്ലുന്ന പൗലോസിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഹു ആർ യു? നിങ്ങൾ ആരാണ്? ആ ചോദ്യത്തിന് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ മറുപടി നൽകുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായത് എന്ന് ധാരാളം വിവരണങ്ങൾ അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. അതിലൊന്നു മാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ജീവിതം മൺപാത്രത്തിലെ നിക്ഷേപമാണ്. നമ്മുടെ ജീവിതം ഉടഞ്ഞു പോകുന്ന ഒരു നിക്ഷേപമാണെന്നുള്ളൊരു ബോധ്യമാണ് ജീവിതത്തെ സൗരഭ്യമുള്ളതാക്കി മാറ്റുന്നത്. ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച്, ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ടാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ഗ്രാമം മൊത്തം കുത്തൊലിച്ചു പോകുന്ന ചിത്രം. ആ മനുഷ്യരൊക്കെ എന്തോരോ സ്വപ്നങ്ങൾ കണ്ടായിരിക്കും രാത്രിയിൽ കിടന്നുറങ്ങിയത്. നാളത്തെ കാര്യങ്ങളെയൊക്കെ ക്രമീകരിച്ച മനുഷ്യരായിരിക്കും. പക്ഷേ ഈ ലോകത്തിൽ നാളെയെന്ന് പറയുവാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഈ ലോകത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച്, ഈ ജീവിതം മൺപാത്രത്തിലെ നിക്ഷേപമാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളെ ഈ ജീവിതത്തിൽ കൂടുതൽ ഒരുക്കമുള്ളവരും ഉണർവുള്ളവരും ജാഗ്രത ഉള്ളവരുമാക്കുന്നത്. അതിലൂടെ ക്രിസ്തുവിൻ്റെ സൗരഭ്യം പകരുവാൻ കഴിയണം. നമ്മുടെ നന്മകൾ, സ്നേഹം, മൂല്യങ്ങൾ, ധാർമ്മികതയൊക്കെ ഈ ലോകത്തിന് പകരുന്ന സുഗന്ധവാസനയായി, സൗരഭ്യവാസനയായി തീരുമ്പോഴാണ്
നമ്മുടെ നിയോഗങ്ങളിൽ ചില നവീകരണങ്ങൾ ഉണ്ടാകുന്നു. മൂന്നാമത് പൗലോസ് അപ്പോസ്തലൻ്റെ ക്രിസ്തീയ നിയോഗത്തിൻ്റെ ഒരു തലം, വി ആർ കോൾഡ് ടു ബി ഹോളി. നമ്മൾ വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമത്രേ. ലോകത്തിൻ്റെ തിന്മകളുടെ കുത്തൊഴുക്കിനെതിരെ സഞ്ചരിക്കുവാൻ, വിശുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുന്നത്. ആ നിയോഗങ്ങളുടെ നവീകരണമാകണം ഈ പെരുന്നാളും നോമ്പനുഷ്ഠാനങ്ങളും. നമ്മൾ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരാണ്. 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഗ്ലോറി ആൻഡ് ഹോണർ. ഈ തേജസ്സും ബഹുമാനവും ലഭിച്ച ശ്രേഷ്ഠകരമായ ഒരു ശ്രദ്ധ ദൈവത്തിൽ നിന്ന് ലഭിച്ചവരാണ് മനുഷ്യരെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് അവൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. പാപവും ദൈവത്തിന് ഹിതകരമല്ലാത്ത ജീവിതവും തേജസ്സും വിശുദ്ധിയും ബഹുമാനവും അണിഞ്ഞിരിക്കുന്ന നമ്മളിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാണ്. അതുകൊണ്ട് ഈ തേജസ് നിലനിർത്തണമെങ്കിൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ കഴിയണം. നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ തെറ്റിപ്പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിത യാത്രയിൽ തെറ്റായ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ഒരു പക്ഷേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ നോമ്പിലും പെരുന്നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അനുതാപത്തോടുകൂടി ഒരു മടങ്ങി വരവ് നമുക്കുണ്ടാകണം. അശുദ്ധതകളെ വിശുദ്ധീകരിക്കുവാനും നഷ്ടപ്പെട്ടു പോയവയൊന്ന് പുതുക്കി വീണ്ടെടുക്കുവാനും ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. മുടിയനായ പുത്രൻ അവൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് യാത്ര ചെയ്തു. പക്ഷെ അവനൊരു തിരിച്ചറിവുണ്ടായപ്പോൾ തിരികെ നടക്കുകയാണ്. ജീവിതത്തിൽ ഒരു യൂടേൺ ഉണ്ടാകുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു യൂടേൺ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് അനുതാപത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. റിപ്പൻറ്റൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മെറ്റനോയിയ എന്ന പദത്തിൽ നിന്നാണ് ഇത് വരുന്നത്. കമ്മിങ് ബാക്ക് ടു ദി പൊസിഷൻ എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. നമ്മളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ വിശുദ്ധ മാമോദീസയിലൂടെ അണിഞ്ഞ തേജസ്സിൻ്റെ വസ്ത്രം തിരികെ പിടിക്കുവാൻ, തിരികെ ലഭിച്ച പരിശുദ്ധാത്മ ജ്വാലയെ ഒന്ന് പുതുക്കി ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങൾക്ക് നവീകരണം ഉണ്ടാകുന്നത്. നിയോഗങ്ങളെ കുറിച്ച് ബോധ്യമുള്ള യോശിയ രാജാവിനെ പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിയോഗങ്ങളായ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ നിയോഗങ്ങളെയും ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. യോശിയ രാജാവിൻ്റെ വിശ്വാസവും നിയോഗവും ഒരു ജനതയെ മുഴുവനും ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞു. ഒരു തലമുറയെ വീണ്ടെടുക്കുവാൻ, തിരിച്ചു കൊണ്ടുവരുവാൻ, ദൈവബന്ധത്തോട് ചേർത്ത് നിർത്തുവാൻ, നഷ്ടപ്പെട്ടു പോയ കണ്ണിയെ ചേർത്തിണക്കുവാൻ തക്കവണ്ണം യോശിയ രാജാവിന് കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസവും നിയോഗവും, ഈ രണ്ട് വാക്കുകൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകുവാനായിട്ട് ശ്രമിക്കണം. ഈ പെരുന്നാളിൽ ദൈവമാതാവിൻ്റെ ജീവിതത്തിലും ഈ വിശ്വാസവും നിയോഗവും നാം കാണുന്നുണ്ട്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ക്രിസ്തു തൻ്റെ ഉള്ളിൽ ജനിക്കുമെന്നും ദൈവം മനുഷ്യാവതാരം ചെയ്യുമെന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. ആ ശ്രേഷ്ഠകരമായ വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു പരിശുദ്ധ കന്യമറിയാം. ആ നിയോഗത്തെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ ശ്രമിക്കുമ്പോൾ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മുള്ളുകളും ഒത്തിരി ജീവിതത്തിൽ വൈഷമ്യങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ തൻ്റെ നിയോഗത്തെ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വെൽക്കുവാനായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിന് കഴിയുന്നുണ്ട്. യോശിയ രാജാവിൻ്റെ ജീവിതത്തിലൂടെ യഹൂദിയയിൽ, ഇസ്രായേലിനുണ്ടായ ആത്മീയ പുതുക്കത്തെക്കുറിച്ചാണ് ഈ അനുഗ്രഹീത സന്ധ്യയിൽ നാം ചിന്തിച്ചത്.
പ്രതികൂലതകളുടെ മധ്യത്തിൽ പൂർവികരുടെ തെറ്റായ ചില പ്രവണതകളിൽ മലിനപ്പെട്ടു പോയ ഒരു ജനതയെ ദാവീദ് രാജാവിൻ്റെ പാതയോട് ചേർന്ന് വെളിച്ചമുള്ളവനായി നിന്ന് ഒരു സമൂഹത്തെ വീണ്ടെടുക്കുവാൻ ആ കണ്ടെടുത്ത നിയമപുസ്തകം ഉറക്കെ വായിച്ച് ഇതനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി പ്രമാണിച്ച് ജീവിച്ചു കൊള്ളാമെന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. ആ ഉടമ്പടി തൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ രാജാവായി അഭിഷേകം ചെയ്ത ആ തൂണിനരികെ നിന്ന് ആ നിയോഗത്തെ നവീകരിച്ചുകൊണ്ട് ആ പ്രതിജ്ഞ എടുക്കുകയാണ്. 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തോട് ചേർന്ന് അവസാന ഭാഗം ഇങ്ങനെയാണ്: ജനമൊക്കെയും ഈ നിയമത്തോട് യോജിച്ചു. ഒരു സമൂഹം മുഴുവൻ ദൈവത്തിലേക്ക് തിരിയുവാൻ യോശിയ രാജാവിൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യവും വിശ്വാസ ജീവിതവും ഇടയായതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ തീഷ്ണതയേറിയ മുഖം കൊണ്ട് നമ്മുടെ നിയോഗങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനേകരുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവരുവാൻ, അനേകരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ പകർന്നു നൽകുവാൻ, ദൈവിക പാതയിലേക്ക് ഒരു തലമുറയെ വഴി നടത്തുവാൻ തക്കവണ്ണം നമ്മെ തന്നെ പുതുക്കുവാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും അതിലൂടെ ഈ സമൂഹത്തെയും സഭയെയും ഇടവകയും ദേശത്തിനും സൗഖ്യമുണ്ടാകുന്ന ചില ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുക എന്നുള്ള ശ്രേഷ്ഠമായ ബോധ്യവും ഉത്തരവാദിത്വവും നമ്മിലുണ്ട് എന്നും അതിനായിട്ട് ഈ നോമ്പും ഈ പെരുന്നാൾ ആഘോഷങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ ആത്മീക ബലം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.